ചില സ്വാദുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളത് പിന്നീട് അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്വാദ് എപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കില്ല. അതുപോലെ റൈറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള പിന്നെന്താണ് ഒടിപ്പയർ ഉണ്ടല്ലോ, ഒടിപ്പയർ ഇച്ചിരി മൂത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒടിപ്പയർ ഇച്ചിരി മൂത്ത് പോയപ്പോൾ ഞാൻ അതിൻ്റെ വിത്തുകളെല്ലാം എടുത്തു. അപ്പോൾ നമ്മൾ വൻപയറുണ്ടല്ലോ, ആ വൻപയർ പോലെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ വർഷം തന്നെ നട്ട പയറായതുകൊണ്ട് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിലടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചങ്ങ് വെയിലായിട്ട് ഉണങ്ങിപ്പോയപ്പോൾ അതെല്ലാം ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാബേജുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി എല്ലാം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. ചീരയും പച്ചമുളകൊക്കെ. അപ്പോൾ ഈ ഒടിപ്പയർ ആദ്യം നട്ട വശം കുറേ അങ്ങ് ഉണങ്ങി മൂത്ത വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒടിപ്പയർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മളെ പറമ്പിൽ തന്നെയുള്ള ക്യാബേജിൻ്റെ ഒരു പീസും കൂടി എടുത്തിട്ട് മിക്സ് ആയിട്ടുള്ളൊരു തോരനാണെന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത് ആദ്യമായിട്ടൊരു ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മളിത് കഴിക്കേണ്ടായിട്ടുള്ളത്. ഭയങ്കര രുചിയാണ് കേട്ടോ. അപ്പം അന്ന് വെച്ച് ഓർത്ത് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ക്യാബേജ് പറിച്ചിട്ട് പോവാം. ഒരു ക്യാബേജ് പൂർണ്ണമായിട്ടൊന്നും വേണ്ട, ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു ക്യാബേജ് പറിച്ചിട്ട് പോവാം. പിന്നെ ഒടിപ്പയർ ഓൾറെഡി നമ്മളവിടെ മണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വൻപയറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. പൊടിപ്പയർ ഇത് ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1/2 പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പറാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വൻപയർ നമുക്ക് കുക്കറിലിട്ടൊന്ന് അടുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പയറായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു 2 വിസിൽ മതിയാവും. അതിലൊരു അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ക്യാബേജ് ഇതുപോലെ പൊടിയായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തുള്ളത് കേട്ടോ. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 പീസ് മാത്രം മതി. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള ആളുകൾ കൂടുതലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ക്യാബേജിൻ്റെയും പയറിൻ്റെയൊക്കെ അളവ് കൂടുതലെടുത്തോളൂ കേട്ടോ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വൻപയർ ഉപയോഗിച്ചിട്ടും ഇതേ റെസിപ്പി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരു നമ്മുടെ ഈ ക്യാബേജ് ഉണ്ടല്ലോ, ക്യാബേജ് ഇട്ട് കൊടുത്തു കേട്ടോ. ക്യാബേജ് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നല്ല രുചിയാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വന്നിട്ടുള്ളതായതുകൊണ്ട് അതിനൊരു പ്രത്യേക രുചി കൂടുതലല്ലേ. ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള മസാലകൾ ഒന്ന് ക്യാബേജ് വഴണ്ട് വന്നപ്പോഴേക്കും ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന മിക്സിയിലുള്ള ചെറിയ മിക്സിയുടെ ജാറിലുള്ള മസാലക്കൂട്ടുണ്ടല്ലോ അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ഞാൻ എൻ്റെ പച്ചമണം മാറുന്ന ആ ഉള്ളീൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് മാറുന്ന വരെ ഒന്നും കൂടി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ വൻപയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒടിപ്പയറിൻ്റെ വിത്ത് സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയൊന്നും വേവില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് 2 വിസിലിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൻപയറും കൂടി ക്യാബേജ് ഒന്ന് വാടി വന്നതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു പ്രത്യേക സ്വാദും അതുപോലെ തന്നെ ഒരു പ്രത്യേക മണമാണ് ഇതിന് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര രസമാണ്. നമ്മൾ ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് അത് കഴിക്കേണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ എന്നും ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടും നമ്മളുടെ പറമ്പിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക സ്നേഹം കൂടുതലും ഒരു ടേസ്റ്റ് കൂടുതലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൻപയറൊക്കെ തിന്നാൻ മടിയുള്ള കുട്ടികൾക്ക്, അതുപോലെ ക്യാബേജ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇങ്ങനെ മിക്സഡായിട്ടൊരു തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇഷ്ടമാവും. എന്നും നിങ്ങൾ ട്രൈ ചെയ്യൂ കേട്ടോ. ഇത്രയായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് കൊച്ചു റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. നിങ്ങളുടെ കമൻറ്റുകൾ എന്താണെങ്കിലും കമൻറ്റ് രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.